വിവാഹത്തിന് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്: ബിഹേവിയറും ക്യാരക്ടറും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണ്? ബിഹേവിയർ ആണ്. നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ പെരുമാറ്റം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിലുള്ള പെരുമാറ്റം, സുഹൃത്തുക്കളോടുള്ള പെരുമാറ്റം, ഇതല്ലാതുണ്ടെങ്കിൽ തന്നെ ക്യാരക്ടർ വേറെ ആയിരിക്കും. അതായത് റിയൽ വാല്യൂ വ്യത്യസ്തമായിരിക്കും, സ്വാഭാവികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം ബിഹേവിയറും ഉള്ള പോലെ തന്നെ ക്യാരക്ടറോടും ചെക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അറിയാൻ സാധിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുമായിട്ട് ചേരുന്നുണ്ടോ, നമ്മുടെ വാല്യൂസുമായിട്ട് മാച്ച് ഉണ്ടോ എന്ന് ഈ ക്യാരക്ടർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ പാർട്ട്ണർ ആവാൻ പോകുന്ന വ്യക്തിനെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലാതെ ബിഹേവിയർ കണ്ടുകൊണ്ട് മാത്രം നമ്മൾ പോകരുത്, ക്യാരക്ടറോട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ക്യാരക്ടറാണ് നമ്മുടെ വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന റിയൽ ആയിട്ടുള്ള വാല്യൂസിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ പാർട്ട്ണറിനെ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ബിഹേവിയറോ ആ സിറ്റുവേഷനോ മാത്രം നോക്കിക്കൊണ്ട് വിവാഹത്തിലേക്ക് പോകരുത്. അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.